ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലെസ്ലി എന്ന് പറയുന്നത് സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫാൻ ബേസസ് ഉള്ള ഒരാളാണ് ബ്ലെസ്ലിയുടെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പണം തട്ടിപ്പ്, ക്രിപ്റ്റോ കറൻസി, അങ്ങനെയൊക്കെ. ഇപ്പോൾ നിലവിൽ ലക്ഷ്മി പ്രിയ ബിഗ് ബോസ് സീസൺ 4 ബ്ലെസ്ലിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ലക്ഷ്മി പ്രിയയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്നത്, ബ്ലെസ്ലിയെ പറ്റി പറഞ്ഞത്. അതിൽ ഏറ്റവും ഫേക്ക് ആയിട്ട് നിന്നത് ബ്ലെസ്ലി ആണെന്നാണ് ലക്ഷ്മി പ്രിയ പറയുന്നത്. അത് 100 ദിവസം നിന്നതിന് ശേഷം ഇവർക്കൊരു എല്ലാവർക്കും ഒരു റീയൂണിയൻ, ഒരു പാർട്ടി ഉണ്ട്, സങ്കല്പിച്ചിട്ടുണ്ട്, നമുക്ക് പാർട്ടിയായിട്ടുണ്ട്. ആ പാർട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ബ്ലെസ്ലി. അപ്പം ലക്ഷ്മി പ്രിയ നോക്കുമ്പോൾ ഈ ബ്ലെസ്ലിക്ക്, അതായത് അവിടെ ഒരുപാട് എന്താ പറയുക, ബ്രാൻഡായിട്ടുള്ള മദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഷാമ്പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ലക്ഷ്മി പ്രിയ നോക്കുമ്പോൾ ബ്ലെസ്ലി അത് കുടിക്കണോ കുടിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പം ലക്ഷ്മി പ്രിയ അപ്പം അങ്ങ് നിന്ന് നോക്കുന്ന ഒന്നും ബ്ലെസ്ലി കാണുന്നില്ല. അപ്പം 3 ഷാമ്പെയിൻ ബോട്ടിലുണ്ടായിരുന്നു. ആ 3 ഷാമ്പെയിൻ ബോട്ടിലും ബ്ലെസ്ലി കുടിച്ച് തീർത്തു. സോ അതുകൊണ്ട് തന്നെ അകത്തായാലും പുറത്തായാലും ലക്ഷ്മി പ്രിയയ്ക്ക് ഫേക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് തോന്നിയിട്ടുള്ളത് ബ്ലെസ്ലി ആണെന്നാണ് പറയുന്നത്. ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യമാണ്, ചിലപ്പോൾ ഫേക്കായിട്ടായിരിക്കും ബ്ലെസ്ലി അതിനകത്ത് നിന്നത്, ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിന്നതൊക്കെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു കേസ് വന്നില്ലായിരുന്നു എങ്കിൽ ഈ ഒരു കോൺട്രവേഴ്സി ബ്ലെസ്ലി എടുത്ത് പറഞ്ഞ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയി മൂവ് ചെയ്ത് പോയേനെ. പക്ഷേ ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ ആൾ ജയിലിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു പരാമർശം, അതായത് വെട്ടിത്തുറന്നങ്ങ് ലക്ഷ്മിപ്രിയ പറയുന്നു എന്നുള്ളതാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് ആകപ്പാടുള്ള കോൺടാക്ട് എന്ന് പറയുന്നത് ധന്യമായിട്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായിട്ടും മാത്രമേ ഉള്ളൂ. സോ ബ്ലെസ്ലിയുമായിട്ട് ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ഞെട്ടിലേ പോയി. കാരണം ആ ഒരു കേസ് വന്നതിന് ശേഷം അതിനെപ്പറ്റി റിയാക്ട് ചെയ്തപ്പോൾ ഒരുപാട് കമൻറ്റ് ബോക്സിൽ ഒരുപാട് ബ്ലെസ്ലി അനുകൂലിക്കുകയോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവനായിരിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ അതിനെതിരാണ് എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൻ അത് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഇങ്ങനൊരു സംഭവം, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു കഥ, അപ്പോൾ അത് തന്നെ ഒരു ഫേക്കാണ്. അതിനുശേഷം അവൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതിന് ശേഷം ചെയ്ത് കൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഫേക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 100% ഫേക്ക് ആണെന്ന് നമുക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റും. കാരണം ഈ ഘോരം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു, ഈ ആൽക്കഹോൾ, മദ്യം, ഡ്രഗ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ഘോരം പ്രസംഗിച്ച ഒരാളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലക്ഷ്മിപ്രിയയുടെ ഈ വെളിപ്പെടുത്തലൂടെ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ലക്ഷ്മിപ്രിയ അപ്പോൾ അത്രയും ഒരു സാഹചര്യത്തിൽ ഒരു 3 ഷാമ്പെയിനൊക്കെ കുടിക്കുന്ന ഒരാൾ വേറെ പുറത്ത് പോയി ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ, ഞാൻ പറഞ്ഞു ഈ ആൽക്കഹോൾ ഒരു ഡ്രഗ്സ് ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങൾക്ക് കുടിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് എന്താ പറയുക, അതിനെതിരായിട്ട് നിന്ന ഒരാൾ ഘോരം പ്രസംഗിച്ചിട്ട് നിങ്ങൾ വന്ന് കുടിക്കുമ്പോൾ പൊട്ടിമുളയ്ക്കുന്നത്. സോ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ബ്ലെസ്ലി, ദിൽഷ ഇവരുടെ ഒരു ബോണ്ടിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അതിൽ കുറച്ചുകൂടെ ആ ഒരു TRP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് പോയതൊക്കെ ദിൽഷ, റോബിൻ ആസ് വെൽ ആസ് ബ്ലെസ്ലിയുടെ ഒക്കെ ഒരു ബോണ്ടിങ് ഒക്കെ ആയിരുന്നു. ബ്ലെസ്ലി എന്തുകൊണ്ടും ബ്ലെസ്ലി ജയിക്കേണ്ട ഒരു വ്യക്തി തന്നെ ആയിരുന്നു എന്നൊന്നും ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ദിൽഷ എന്ന് ജയിച്ചതെന്നും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്ലെസ്ലിക്ക് ഒരു വിന്നിങ് ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു, ഒരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു ബ്ലെസ്ലിക്ക്. സോ എനിവേ, നമ്മൾക്ക് ഈ ഒരു ബ്ലെസ്ലിയെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ബ്ലെസ്ലിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ ലക്ഷ്മിപ്രിയ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഫേക്കായിട്ട് നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ആ ഫേക്ക് പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചതെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അപ്പം ഒരാൾ ഫേക്കായിട്ട് നിന്നാൽ അയാൾ എവിടെ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ വെച്ചിട്ടാണെങ്കിലും അയാളുടെ മുഖംമൂടി അഴിഞ്ഞു വീടും. സോ അത് ഇപ്പം നമുക്കുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആര് ഫേക്കായിട്ട് നിന്നാലും അയാളുടെ മുഖംമൂടി എന്തായാലും ഒത്തിരി നാളത്തേക്ക് ആൾക്ക് ഫേക്കായിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം ജീനിലുള്ള കാര്യമാണ്, മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇനി എന്നാണ് ബ്ലെസ്ലിയുടെ കേസിൻ്റെ കാര്യത്തിലൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ഞെട്ടിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ഓൾറെഡി മദ്യത്തിന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ ബ്ലെസ്ലി പറയുന്നത് മദ്യത്തിന് മയക്കുമരുന്നിനെതിരായി നിന്നൊരു സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മിപ്രിയ ഇത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞെട്ടി. അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയയ്ക്ക് ബ്ലെസ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇഷ്ടമല്ല. അത് എവിടെയാണ് ലക്ഷ്മിപ്രിയ തുറന്ന് പറയും, ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടല്ല, എവിടെയാണ് ലക്ഷ്മിപ്രിയ അത് തുറന്ന് പറയുമെന്നും പറഞ്ഞിട്ടുണ്ട്. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.